എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇതൊരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒതൻറ്റിക്കായിട്ട് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് പക്ഷേ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ്. മിൽക്ക് മെയ്ഡ് കടയിൽ നിന്ന് വാങ്ങാൻ പോയാൽ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസിലും സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ്. അത് പൊടിക്കുന്നതിന് മുമ്പ് 1 കപ്പ് അല്ല കേട്ടോ, പൊടിച്ച ശേഷമാണ് 1 കപ്പ്. ഇവിടെ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 മെഷറിംഗ് കപ്പ് പാൽപ്പൊടി എന്ന അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 1:1 എന്നുള്ള അനുപാതത്തിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ള് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത ശേഷം നമുക്കിത് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുള്ളൊരു വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടേ പാടുള്ളൂ, ഒരുപാട് ചൂടാവാനായിട്ട് പാടില്ല. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, നിങ്ങൾ ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് നല്ലൊരു തിക്കായിട്ട് കിട്ടണം. അതുപോലെയാണ് വേണ്ടത്, നല്ല തിക്കാക്കി എടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക, എന്നിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം കൂടിപ്പോവും. ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല, പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ വെളുത്ത കളർ മാറിയിട്ട് അടിയിൽ പിടിക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്, തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരു 10 മിനിറ്റ് സ്റ്റവിൽ വെച്ച് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് പതഞ്ഞ് പൊന്തുന്നത് പോലെ തോന്നും, പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ, പതഞ്ഞ് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ അത്ര എളുപ്പമാണ് ഈ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും ടേസ്റ്റാണ്. നമ്മൾ എന്തെങ്കിലും പായസമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തോന്നിയ മിൽക്ക് മെയ്ഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഏകദേശം 10 മിനിറ്റായി തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. ഇതിലും കൂടുതൽ കട്ടിയാവാനായിട്ട് പാടില്ല. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കട്ടിയാവും കേട്ടോ. അത് കാരണം ഈ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് അനുവദിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇരുന്ന് കുറച്ചും കൂടിയും കട്ടിയായിട്ടുണ്ട്. ഇനി നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടിയും കട്ടിയാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഇൻസ്റ്റൻറ്റ് മിൽക്ക് മെയ്ഡ് ഇതാ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എത്ര ഈസി അല്ലേ, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വിഭവവുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.